സ്കിൻ എത്ര പ്രായമായാലും നല്ല ഗ്ലോ ആയിട്ടിരിക്കണോ? നമുക്ക് നല്ലൊരു നൈറ്റ് ക്രീമും നല്ലൊരു ഫേസ് സിറം ഉണ്ടാക്കിയെടുത്താലോ? സ്കിന്ന് നല്ല ഒരു എന്താ ഒന്നും പറയാനില്ല, നല്ലൊരു സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അത് മാത്രമല്ലാണ്ട് നമുക്ക് എത്ര പ്രായമായാലും ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിലൊക്കെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഡ്രൈനെസ് ഒക്കെ വരത്തില്ലേ? അപ്പോൾ അങ്ങനെ വരാതിരിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇത്. നിങ്ങൾക്ക് രാത്രിയോ പകലോ എപ്പോഴാണെന്ന് വെച്ചാൽ തേക്കാം. പക്ഷേ രാത്രി നിങ്ങൾ തേച്ചിട്ട് പച്ചവെള്ളത്തിൽ കഴുകി കളയോ അല്ലെങ്കിൽ കഴുകി കളയാതിരുന്നാലും കുഴപ്പമില്ല. തേച്ചിട്ട് കിടക്കാം കേട്ടോ. രാവിലെ കഴുകി കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കും, നല്ല തിളങ്ങിയിരിക്കും സ്കിന്ന്. അപ്പോൾ ഇത് ഗ്ലിസറിനാണ് കേട്ടോ. നമ്മുടെ എന്താ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇതിൻ്റെ ഇത് വാങ്ങാൻ കിട്ടും, ഗ്ലിസറിന്. അപ്പോൾ കുപ്പിയിൽ ആണ്. അപ്പം നിങ്ങൾ ഒരുപാട് എടുത്ത് ഒഴിക്കണ്ട കേട്ടോ. ഒരു ഫില്ലറിൽ ഒരു 5-6 തുള്ളി എടുത്താൽ മതി. ഇത് നമുക്ക് ഫേസ് സിറം ഉണ്ടാക്കി കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഫേസ് ക്രീമും കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ, പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതായത് ഇപ്പോൾ ഞാനൊരു 3-4 തുള്ളി ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ ചോദിച്ചു വാങ്ങണം കേട്ടോ. ഇനി നമുക്ക് റോസ് വാട്ടർ, ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് റോസ് വാട്ടർ വാങ്ങിയാൽ മതി. അതും മെഡിക്കൽ സ്റ്റോർ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു കുഞ്ഞ് നമുക്ക് സ്പ്രേ ബോട്ടിലേക്കോ അതല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കുപ്പിയിലേക്കോ എടുത്ത് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഫേസിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കിന്ന് എത്ര പ്രായമായാലും സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല, സ്കിന്ന് നല്ല ഗ്ലോ തന്നെ ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കുണ്ടല്ലോ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി രാവിലെ കേട്ടോ. ഇതിങ്ങനെ ചെയ്തോ, നല്ല ഒന്നും പറയാനില്ല, കാരണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഈ ചെറിയ ഡ്രൈനെസ്, ഈ എന്താ ക്രിസ്മസ് സമയത്തൊക്കെ എന്താ ഡിസംബർ ടൈമിലൊക്കെ നമുക്ക് സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഒക്കെ വരുമല്ലേ, മഞ്ഞ സമയമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഞാനത് ഉണ്ടാക്കിയെടുത്ത് വെച്ചേക്കും, അത് ഞാൻ പറഞ്ഞു. ഇനി ഉണ്ടല്ലോ, ഞാൻ നല്ലൊരു അടിപൊളി ഫേസ് ക്രീമും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക്, മുരിച്ചിലൊക്കെ ആയിട്ട് ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ തൊലി പോകത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് തേക്കാം. ഫേസിലും തേച്ച് കൊടുക്കാം. ഇത് തലമുടിയിലും തേക്കാൻ നല്ല കേട്ടോ ഈ ഫേസ് ക്രീമാണ്. ഇതുണ്ടല്ലോ, ഞാൻ അലോവേരയുടെ ജെല്ല്, നമ്മൾ കടയിൽ നിന്ന് അലോവേര ജെല്ല് വാങ്ങത്തില്ലേ, ആ അലോവേരയുടെ ജെല്ലാട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇത് വെളിയിൽ വെച്ചാൽ മതി. ഇത് കേട് വരത്തില്ല കേട്ടോ. ഇപ്പോൾ ഒരു കൊല്ലം ഇരുന്നാലും ഇത് വെളിയിൽ ഇരുന്നാൽ കേട് വരത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചിലർ കഴിഞ്ഞാണ് ചോദിച്ചായിരുന്നു, ഈ അലോവേരയുടെ ജെല്ല് നമ്മൾ വീട്ടിലുണ്ടാവണേൻ്റെ അലോവേരയുടെ ജെല്ല് എടുക്കാവുന്നു. നിങ്ങൾ വീട്ടിലുണ്ടാവണേൻ്റെ അലോവേരയുടെ ജെല്ല് എടുത്താലും മതി, പക്ഷേ വെളിയിരുന്നാൽ കേടാവും. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഇനി ഇപ്പോൾ ഞാൻ ചേർത്ത് വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല. അലോവേരയുടെ ജെല്ലും കുറച്ച് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പച്ച ഗുളിക എന്നാന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഈ എന്താ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളില്ലേ, അതാണേ. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളായിട്ട് വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ കുപ്പിയിൽ ഓയിലായിട്ട് കിട്ടും, വൈറ്റമിൻ ഇയുടെ ഓയിൽ. അത് 2-3 തുള്ളി ഒഴിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചെടുത്ത് ഒഴിച്ചാലും മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ, നല്ലൊരു വൈറ്റ് കളറുള്ള ക്രീമായിട്ട് വന്നെ കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ അലോവേരയുടെ ജെല്ലും വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും റോസ് വാട്ടർ കേട്ടോ. നല്ല കൂളിംഗ് എഫക്റ്റ് ആട്ടോ നമ്മുടെ ഫേസിൽ തേക്കുമ്പോൾ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിൽ അതുപോലെ തന്നെ നമുക്ക് ചുളിവുകൾ വീഴാതിരിക്കും. സ്കിന്ന് നല്ല ഗ്ലോ ആവാനൊക്കെ ആയിട്ട്, നിറം വെക്കാനൊക്കെ ആയിട്ട് അടിപൊളി ഫേസ് ക്രീമാണ്. ഇതുപോലെ കുഞ്ഞു കുപ്പിയിലേക്ക് നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എനിക്ക് ഉണ്ടാക്കാം കേട്ടോ. കുഞ്ഞു കുപ്പിയിൽ വേണമെന്നൊന്നുമില്ല, ഇച്ചിരി വലിയ അതിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുത്ത് വെക്കാം. ഒരുപാട് നാളത്തേക്ക് ഇരിക്കും. ഇത് പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഷേവ് ചെയ്യണ ചേട്ടന്മാരൊക്കെയും ഷേവ് ചെയ്യാൻ നേരത്ത് താടിയിൽ ഇങ്ങനെ വടിക്കുമ്പോൾ ഫേസിൽ മുറിവ് വീഴത്തില്ലേ, അപ്പം അങ്ങനെ നിങ്ങളെ ഫേസിൽ മുറിവ് വീഴാൻ മാത്രമല്ല കേട്ടോ, നമ്മളിങ്ങനെ ഷേവൊക്കെ ഫേസിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫേസിൽ ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പം ഇത് ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സിനും കൂടെ തേക്കാം. ഇപ്പോൾ നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല, നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ നിങ്ങൾ അടുപ്പിച്ച് രാത്രി ഇന്നും തേച്ച് കൊടുത്ത് നോക്കിക്കേ. നിങ്ങൾക്കിങ്ങനെ ഫേസ് സിറം ഉണ്ടാക്കി ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ക്രീമും, ഇത് രണ്ടും ഉണ്ടാക്കിക്കോ. രണ്ടും ഉണ്ടാക്കാൻ എളുപ്പമല്ലേ, സിമ്പിളല്ലേ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ചോട്ടോ. ഇത് രണ്ടും വെളിയിൽ തന്നെ വെച്ചാൽ മതി, കേടൊന്നും ആവത്തില്ല. അതേസമയം നിങ്ങൾ അലോവേരയുടെ ജെല്ല് ഈ കറ്റാർവാഴയുടെ തണ്ടൊക്കെ മുറിച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ കേടായി പോകും. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ജെല്ല് നമുക്ക് തലമുടിയിലും തേക്കാം. തലമുടി പാറക്കെടുക്കാതിരിക്കും, നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുപോലെ ടിപ്സ് 2 പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.